ഭക്തിയുടെ നിറവിൽ നടന്ന വടക്കുപുറത്ത് പാട്ടിന്റെ എതിരേൽപ്പ് താലപ്പൊലി ദർശിച്ച് സായുജ്യം നേടുവാൻ 100 കണക്കിന് ഭക്തർ ക്ഷേത്രത്തിലെത്തി. രാത്രി 8:30 സ്ത്രീമൂലസ്ഥാനമായ കൊച്ചാലും ചുവട് സങ്കേതത്തിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ദേവിയുടെ തിടമ്പ് ആനപ്പുറത്ത് എഴുന്നള്ളിച്ചു. വ്രതമെടുത്ത് കുത്തുവിളക്കേന്തിയ 101 സ്ത്രീകളും തൈക്കാട്ടുശ്ശേരി ബിജുവിന്റെ പാണ്ടിമേളവും അകമ്പടിയായി. വൈക്കം ക്ഷേത്രത്തിലെ അത്താഴ ശ്രീബലി എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലെത്തിയ സമയം കൊടുങ്ങല്ലൂരമ്മയും വടക്കേ ഗോപുരം വഴി ക്ഷേത്രത്തിൽ പ്രവേശിച്ചു. വൈക്കത്തപ്പന്റെയും ദേവിയുടെയും എഴുന്നള്ളിപ്പ് ഒന്നിച്ച് 3 പ്രദക്ഷിണം പൂർത്തിയാക്കി വൈക്കത്തപ്പൻ ശ്രീകോവിലേക്കും ദേവി വടക്കുപുറത്ത് പാട്ടിനായി പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിലേക്കും പ്രവേശിച്ചു. വൈക്കത്തപ്പന്റെ ശ്രീകോവിൽ നട അടച്ചതോടെ വടക്കുപുറത്ത് പാട്ട് മണ്ഡപത്തിലെ പൂജകൾ പൂർത്തിയാക്കി കളംപാട്ട് ആരംഭിച്ചു. അമ്പലപ്പുഴ വിജയകുമാർ, പുതുശ്ശേരി ഗോപാലകൃഷ്ണക്കുറുപ്പ്, വെച്ചൂർ രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പാട്ട് നടത്തിയത്. ഭദ്രോൽപത്തി, ധാരികവധം, കേശാതിപാദം, പാദശികേശം പാടി പാട്ട് അവസാനിപ്പിച്ചു. പൂക്കലുപയോഗിച്ച് കാൽ മുതൽ മുഖം വരെയും മുഖം കൈകൾ കൊണ്ടും മായ്ച്ചു. കളം എഴുതിയ പൊടി ഭക്തർക്ക് പ്രസാദമായും നൽകി.